1980-കളിൽ 1990-കളിൽ മലയാള സിനിമയുടെ കച്ചവട സാധ്യതകളെ മാറ്റിയെഴുതിയ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, നമ്മൾ സംസാരിക്കുന്നത് ശ്രീ ഡെന്നിസ് ജോസഫിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം മലയാള സിനിമയിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ കുറിച്ചാണ്. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും മായ്ക്കുന്നതും ഞാനാണ്. ഏതുന്നതന്റെയും രാഷ്ട്രത്തലവൻ, പണക്കാരൻ, രാഷ്ട്രീയ നേതാക്കൾ. 1988-ൽ പുറത്തിറങ്ങിയ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂട്ടിക്ക് ഒരു തിരിച്ചുവരെടുത്ത് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഡെന്നിസ് ജോസഫ്. അതേപോലെ 1986-ൽ ലാലേട്ടന് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ കാരണമായ ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു വിൻസെന്റ് തോമസ്, രാജാവിന്റെ മകന്റെ വിൻസെന്റ് തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടേഴ്സ് എല്ലാം എഴുതിയത് ശ്രീ ഡെന്നിസ് ജോസഫ് ആയിരുന്നു. അതേപോലെ നമ്മൾ എന്നും കാണാൻ ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്നും TV-യിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമം വരിക, അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പ്രധാനപ്പെട്ടതായ മനു അങ്കിൾ, 1988-ൽ പുറത്തിറങ്ങിയ മനു അങ്കിൾ, അതേപോലെ അദ്ദേഹം സൃഷ്ടിച്ച ആകാശദൂത്, FIR-ലെ മുഹമ്മദ് സർക്കാർ എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. അതേപോലെ 1988-ൽ പുറത്തിറങ്ങിയ മനു അങ്കിളിന് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ചിൽഡ്രൻസ് ഫിലിമിനായിട്ട് ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിമിന് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമ. നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുമ്പോഴത്തേക്കും കൂടുതൽ എഴുത്തുകാർ അല്ലെങ്കിൽ സംവിധായകരൊക്കെ ക്യാമറയുടെ മുന്നിൽ വന്ന് ഒരുപാട് ഇന്റർവ്യൂസും മറ്റു പല കാര്യങ്ങളും അവരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു കരിയറിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫാരി ചാനലിലെ ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഏകദേശം 31 എപ്പിസോഡ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കരിയറിൽ അദ്ദേഹം ആകെ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഇന്റർവ്യൂ അത് മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, സിനിമയിലേക്ക് ഇങ്ങനെ വന്നു, ഒരുപാട് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച കാര്യങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ഈ പറയുന്ന പ്രോഗ്രാമിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു അദ്ദേഹം കൂടുതലും ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ താല്പര്യപ്പെടാത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് സംസാരിക്കട്ടെ, പിന്നിൽ നിന്നോളാം, തന്റെ ക്യാരക്ടേഴ്സാണ് സംസാരിക്കാനുള്ളതെന്ന് അദ്ദേഹം എപ്പോഴും, അത് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളാണ് എപ്പോഴും സംസാരിക്കേണ്ടത്.